നമസ്കാരം. STV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കാഫിർ ഷോട്ട് പ്രതികളെ സംരക്ഷിച്ച മുൻ മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ പിണറായി വിജയൻ പ്രതിപക്ഷ സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് പാലക്കാട് DCCയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച്. നാടുനീളെ വർഗീയത തുലയാൻ എഴുതിവെക്കുകയും നാട്ടിൽ വർഗീയ കലാപമുണ്ടാക്കാൻ വ്യാജ കാഫിർ ഷോട്ട് നിർമ്മിച്ചവരെ സംരക്ഷിക്കുകയും ചെയ്ത പിണറായി വിജയൻ കേരളത്തിന്റെ മതേതരത്വത്തിന്റെ അന്തകനാണെന്നും കോൺഗ്രസ്. കേരളത്തിന്റെ മതേതരത്വം തകർക്കാൻ ശ്രമിച്ച CPM പൊതുസമൂഹത്തോട് മാപ്പു പറയണമെന്നും നേതാക്കൾ. കഞ്ചിക്കോട് IITയിലെ ആക്രമണം. പ്രതിയെ ക്യാമ്പസിലെത്തിച്ച് തെളിവെടുത്തു. പ്രതിയെ പിടികൂടിയത് ടവർ ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ കൊൽക്കത്തയിൽ നിന്ന്. കഴിഞ്ഞ ഫെബ്രുവരി 23-നായിരുന്നു 4ാം വർഷ വിദ്യാർത്ഥിനിയായ അശ്വനി കണ്ണന് നേരെ ആക്രമണമുണ്ടായത്. ക്യാമ്പസിൽ നിർമ്മാണ പ്രവൃത്തികൾക്കായി എത്തിയ പ്രതിയുടെ ലക്ഷ്യം ആഭരണം മോഷ്ടിക്കലെന്ന് പോലീസ്. ധവളപത്രത്തിന്റെ പേരിൽ സംസ്ഥാന സർക്കാർ വിദ്യാഭ്യാസ മേഖലയെ തകർക്കാൻ ശ്രമിക്കുകയാണെന്ന് KSTA സംസ്ഥാന സെക്രട്ടറി RK ബിനു. അക്കാദമിക് തലത്തിൽ അമിത ജോലി ഭാരമിരിക്കെ അധ്യാപകരെ സെൻസസ് ഡ്യൂട്ടിക്ക് നിയോഗിച്ചത് അധ്യയനത്തെ അപകടത്തിലാക്കുമെന്ന് RK ബിനു. പഠനം മുടങ്ങാതിരിക്കാൻ സെൻസസ് ഡ്യൂട്ടിക്ക് നിയോഗിച്ചവർക്ക് പകരം ദിവസവേതനാടിസ്ഥാനത്തിൽ അധ്യാപകരെ നിയമിക്കണമെന്നും KSTA സംസ്ഥാന സെക്രട്ടറി. വാർത്തകൾ വിശദമായി. കാഫിർ ഷോട്ട് പ്രതികളെ സംരക്ഷിച്ച മുൻ മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ പിണറായി വിജയൻ പ്രതിപക്ഷ സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് പാലക്കാട് DCCയുടെ നേതൃത്വത്തിൽ നഗരത്തിൽ പ്രകടനം നടത്തി. നാടുനീളെ വർഗീയത തുലയാൻ എഴുതിവെക്കുകയും നാട്ടിൽ വർഗീയ കലാപമുണ്ടാക്കാൻ വ്യാജ കാഫിർ ഷോട്ട് നിർമ്മിച്ചവരെ സംരക്ഷിക്കുകയും ചെയ്ത പിണറായി വിജയൻ കേരളത്തിന്റെ മതേതരത്വത്തിന്റെ അന്തകനാണെന്നും കോൺഗ്രസ് ആരോപിച്ചു. കേരളത്തിന്റെ മതേതരത്വം തകർക്കാൻ ശ്രമിച്ച CPM പൊതുസമൂഹത്തോട് മാപ്പു പറയണമെന്നും കോൺഗ്രസ് ആവശ്യപ്പെട്ടു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് തലേദിവസമാണ് വടകരയിലെ UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ ദീനിയായ മുസ്ലിമെന്നും LDF സ്ഥാനാർത്ഥിയായിരുന്ന KK ശൈലജ ടീച്ചർ കാഫിർ എന്നുള്ള സ്ക്രീൻഷോട്ടുകൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചത്. കാഫി ഷോട്ട് നിർമ്മിതിക്കും പ്രചരണത്തിനും തങ്ങളല്ലെന്ന് UDF വ്യക്തമായിട്ടും സംഭവത്തിന് പിന്നിൽ UDF ആണെന്നായിരുന്നു LDF പ്രചരിപ്പിച്ചത്. കാഫി ഷോട്ട് നിർമ്മിതിക്കെതിരെ LDF സർക്കാർ കേസെടുത്തെങ്കിലും അന്വേഷണം എങ്ങുമെത്തിയില്ല. UDF അധികാരത്തിൽ വന്നതോടെ കാഫി ഷോട്ട് വിവാദം അന്വേഷിക്കാനായി പ്രത്യേക സംഘത്തെ നിയോഗിക്കുകയായിരുന്നു. SITയുടെ അന്വേഷണത്തിലാണ് DYFI നേതാവും CPM ലോക്കൽ കമ്മിറ്റി അംഗവുമായ ജിതിൻ ഭാസ്കറിനെ അറസ്റ്റ് ചെയ്തത്. ജിതിൻ ഭാസ്കർ അഡ്മിനും അംഗവുമായ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ കാഫി സ്ക്രീൻഷോട്ടുകൾ പ്രചരിച്ചതായി അന്വേഷണ സംഘം കണ്ടെത്തിയതോടെയാണ് സംഭവം വീണ്ടും വിവാദമായത്. തെരഞ്ഞെടുപ്പിൽ ജയിക്കാനായി മതേതര കേരളത്തിൽ ചോര വീഴ്ത്തുന്ന നെറികെട്ട നിലപാടാണ് CPM സ്വീകരിക്കുന്നത്. കാഫിർ ഷോട്ട് നിർമ്മിച്ച് കേരളത്തിൻ്റെ സമാധാനാന്തരീക്ഷം തകർക്കാൻ ശ്രമിച്ചവർക്ക് മുഖത്തേറ്റ പ്രഹരമാണ് തെരഞ്ഞെടുപ്പ് ഫലം. വർഗീയ കലാപമുണ്ടാക്കാൻ ശ്രമിച്ചവരെ പിടികൂടി ശിക്ഷിക്കാതെ സംരക്ഷിച്ച അന്നത്തെ ആഭ്യന്തരമന്ത്രി പിണറായി വിജയനാണ് സംഭവത്തിലെ പ്രധാന പ്രതി. അന്വേഷണം CPM നേതാക്കൾക്കെത്തിയതോടെയാണ് LDF സർക്കാർ കാഫിർ ഷോട്ട് അന്വേഷണത്തെ ഫ്രീസറിൽ വെച്ചത്. കാഫിർ ഷോട്ട് വ്യാജ നിർമ്മിതിക്ക് പിന്നിൽ ഉന്നത നേതാക്കൾക്കും പങ്കുണ്ട്. കേരളത്തിൻ്റെ മതേതരം തകർക്കാൻ ശ്രമിച്ച CPM പൊതുസമൂഹത്തോട് മാപ്പ് പറയണമെന്നും കോൺഗ്രസ് ആവശ്യപ്പെട്ടു. DCC ഓഫീസിൽ നിന്നും ആരംഭിച്ച മാർച്ച് സ്റ്റേഡിയം സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു. പ്രതിഷേധ പ്രകടനം DCC ജനറൽ സെക്രട്ടറി V രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. മതേതര കേരളത്തിൻ്റെ സ്വഭാവത്തിന് മതേതര കേരളത്തിനെ അപമാനിക്കുന്ന വിധം ഒരു മൊബൈലിലൂടെ ഒരു ഷോട്ട് ഇട്ട് അതിൽ കാഫിർ നോട്ട് ചെയ്യരുതെന്ന് പറഞ്ഞുകൊണ്ട്, അത് കോൺഗ്രസ്സുകാരാണ് ഇട്ടത്, അതുകൊണ്ട് ചെയ്യരുത് എന്ന് പറഞ്ഞുകൊണ്ട് അതിനു വേണ്ടിയുള്ള ഒരു ശ്രമം നടത്തി. അങ്ങനെ ഹിന്ദുവിനെയും മുസൽമാനെയും വേർതിരിച്ച് വേറെ ചട്ടക്കൂടുകളിലാക്കി അങ്ങനെ വോട്ട് നേടാൻ സാധിക്കുമോ എന്നുള്ളത് നോക്കി. പക്ഷേ വടകരയിലെ തിരഞ്ഞെടുപ്പ് അതിൻ്റെ വ്യക്തമായ മറുപടി നൽകി. ലക്ഷക്കണക്കിന് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തോടുകൂടി ഷാഫി അവിടെ വിജയിച്ചു. അപ്പോൾ പറഞ്ഞു, ഈ സ്ക്രീൻഷോട്ട് ഞാനല്ല, ഷാഫി അന്നേ ദിവസം ഇവിടെ വോട്ട് ചെയ്യാൻ വന്നിട്ട് തിരിച്ചു പോകുമ്പോൾ കണ്ടതാണ്. അന്ന് പറഞ്ഞു
ഞാനറിയില്ല ഇതെങ്ങനെ വന്നു. ഞാൻ ആകെ വിഷമത്തിലാണ്. എൻ്റെ പേരിൽ എനിക്കെതിരായി ഇത്തരത്തിലുള്ളൊരു കാപട്യം ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ നിന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല എന്ന് പറഞ്ഞാണ്. ആ രീതിയിൽ ഇലക്ഷൻ ജയിക്കാൻ വേണ്ടി ഏത് തരംതാണ പണിയും ചെയ്യാവുന്ന മാർക്സിസ്റ്റ് പാർട്ടി അതിൻ്റെ ഏറ്റവും താണ നിലയിലേക്ക് എത്തിയിട്ട് പോലും ആ തിരഞ്ഞെടുപ്പിൽ വിജയം കണ്ടെത്താൻ കഴിഞ്ഞില്ല. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് CV സതീഷ്, ട്രഷറർ ഹരിദാസ് പച്ചിങ്ങൽ, A സുരേഷ്, PH മുസ്തഫ, രമേശ് പുത്തൂർ, S സേവിയർ, SM താഹ, മനോജ് കളത്തിൽ, B ഗൗമതി, A ചമ്പകം, P ഗോപിനാഥൻ, ഷരീഫ് റഹ്മാൻ, ഷിഹാബുദ്ദീൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കഞ്ചിക്കോട് IIT-യിലെ ആക്രമണം പ്രതിയെ ക്യാമ്പസിലെത്തിച്ച് തെളിവെടുത്തു. പ്രതിയെ പിടികൂടിയത് ടവർ ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ കൊൽക്കത്തയിൽ നിന്നായിരുന്നു. കഴിഞ്ഞ ഫെബ്രുവരി 23-ന് രാത്രിയായിരുന്നു 4ാം വർഷ വിദ്യാർത്ഥിനിയായിരുന്ന അശ്വതി കണ്ണന് നേരെ ആക്രമണമുണ്ടായത്. ക്യാമ്പസിൽ നിർമ്മാണ പ്രവൃത്തിക്കായി എത്തിയ പ്രതിയുടെ ലക്ഷ്യം ആഭരണങ്ങൾ മോഷ്ടിക്കുക എന്നതായിരുന്നു എന്ന് പോലീസ് പറഞ്ഞു. ഫെബ്രുവരി 23-നാണ് കേസിനാസ്പദമായ സംഭവം. രാത്രി ക്യാമ്പസിൽ വെച്ച് 4ാം വർഷ വിദ്യാർത്ഥിനിയായ തമിഴ്നാട് സേലം സ്വദേശിനി അശ്വിനി കണ്ണനെ ആക്രമിക്കുകയായിരുന്നു. മരക്കഷ്ണം ഉപയോഗിച്ചായിരുന്നു ആക്രമണം. ക്യാമ്പസിൽ നിർമ്മാണ പ്രവൃത്തികൾ ചെയ്യാനെത്തിയതായിരുന്നു പ്രതി. അക്രമത്തിനു ശേഷം സ്ഥലം വിടുകയായിരുന്നു. വിവിധ സ്ഥലങ്ങളിൽ താമസിച്ച ശേഷമാണ് ഇയാൾ നാട്ടിലെത്തിയത്. ഒടുക്കം മാസങ്ങൾക്ക് ശേഷം കൊൽക്കത്തയിൽ നിന്നാണ് പോലീസ് പിടികൂടിയത്. ടവർ ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് പ്രതിയെ കണ്ടെത്തിയതെന്ന് ജില്ലാ പോലീസ് മേധാവി A അബ്ദുൾ റാഷി അറിയിച്ചു. തിരിച്ചറിയൽ പരേഡിൽ പ്രതിയെ അക്രമത്തിനിരയായ പെൺകുട്ടി തിരിച്ചറിഞ്ഞു. ഇതോടെയാണ് പോലീസ് തുടർ നടപടിയിലേക്ക് നീങ്ങിയത്. തെളിവ് നശിപ്പിക്കാനായി കത്തിച്ചെങ്കിലും പ്രതിയുടെ വസ്ത്രത്തിന്റെയും ഭാഗങ്ങൾ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. കൂടാതെ പ്രതി ഉപയോഗിച്ച ഇരുമ്പ് വടിയും കണ്ടെത്തിയിട്ടുണ്ട്. നിലവിൽ കൊലപാതക ശ്രമത്തിനാണ് കേസെടുത്തിരിക്കുന്നത്. ആഭരണം ഉൾപ്പെടെയുള്ളവ മോഷ്ടിക്കുകയായിരുന്നു പ്രതിയുടെ ലക്ഷ്യമെന്ന് പോലീസിന്റെ പ്രാഥമിക നിഗമനം. തുടർന്ന് ചോദ്യം ചെയ്യുന്നതോടെ കൂടുതൽ വ്യക്തത വരുമെന്നാണ് പോലീസ് പ്രതീക്ഷിക്കുന്നത്. ഫെബ്രുവരി മാസം 23-ാം തീയതി നമ്മുടെ IIT പാലക്കാടിൽ ഒരു സംഭവമാണ് ഉണ്ടായത്. ഒരു ഫീമെയിൽ സ്റ്റുഡൻറ്റ്ക്ക് എതിരെ ഒരു ആക്രമണം നടത്തിയിരുന്നു. ഈവനിങ് ഏകദേശം 7:15 മണിക്കാണ് ഈ സംഭവം നടത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ പെൺകുട്ടി ഫീമെയിൽ സ്റ്റുഡൻറ്റ് പോയപ്പോൾ ഫ്രം ബാക്ക് സൈഡാണ് ആക്രമണം നടത്തിയത്. അപ്പോൾ ഈ പെൺകുട്ടി സഡൻലി ടേൺ ചെയ്തപ്പോൾ ഫ്രണ്ടിൽ കൂടി ഒരു അറ്റാക്ക് ഉണ്ടായി. ആ അറ്റാക്ക് ചെയ്തിട്ട് ആ പെൺകുട്ടി താഴത്ത് വീണു. പിന്നെ പ്രതി അവിടെ തന്നെ എസ്കേപ്പായിട്ട് ബേസിക്കലി അവിടെ പോലീസ് ചെന്നപ്പോൾ ആ സമയത്ത് പ്രതിക്ക് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല. അയാൾ അബ്സ്കോണ്ട് ചെയ്തു. പ്ലേസ് ഓഫ് ഓക്കറൻസിനെ അയാൾ അബ്സ്കോണ്ടായി. ഞങ്ങൾ ഈ സംഭവത്തിൽ ഒരു 109 BNS സെക്ഷൻ പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തു. അതിൽ അന്വേഷണം തുടങ്ങി. അന്വേഷണം ഇനീഷ്യലി ഏകദേശം ബ്ലൈൻഡ് അന്വേഷണമായിരുന്നു. കാരണം നമുക്ക് ലീഡ് ഒന്നും കിട്ടിയിട്ടില്ല. CCTV ഫുട്ടേജുകൾ ഈ ഇൻസിഡൻറ്റ് ബന്ധപ്പെട്ട ഒന്നും കിട്ടിയിട്ടില്ല. അത്ര റിലയബിൾ ആയിട്ടുള്ള വിറ്റ്നസ്സുകൾ ഉണ്ടായിട്ടില്ല. സോ അതുകൊണ്ട് പല അന്വേഷണത്തിൻ്റെ പല ടെക്നിക്കൽ സയൻറ്റിഫിക് മെത്തേഡ്സ് ഉപയോഗിച്ചിട്ടാണ് അന്വേഷണം ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ധവളപത്രത്തിന്റെ പേരിൽ സംസ്ഥാന സർക്കാർ വിദ്യാഭ്യാസ മേഖലയെ തകർക്കാൻ ശ്രമിക്കുകയാണെന്ന് KSTA സംസ്ഥാന സെക്രട്ടറി RK ബിനു. അക്കാദമിക് തലത്തിൽ അമിത ജോലി ഭാരമിരിക്കെ അധ്യാപകരെ സെൻസസ് ഡ്യൂട്ടിക്ക് നിയോഗിച്ചത് അധ്യയനത്തെ അപകടത്തിലാക്കുമെന്നും RK ബിനു പറഞ്ഞു. പഠനം മുടങ്ങാതിരിക്കാൻ സെൻസസ് ഡ്യൂട്ടിക്ക് നിയോഗിച്ചവർക്ക് പകരം ദിവസവേതന അടിസ്ഥാനത്തിൽ അധ്യാപകരെ നിയമിക്കണമെന്നും KSTA സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു. വിദ്യാഭ്യാസ മേഖലയിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം വേണമെന്നാവശ്യപ്പെട്ട് പാലക്കാട് കളക്ടറേറ്റിന് മുന്നിൽ നടത്തിയ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അടിയന്തരമായി ചെയ്യേണ്ടത് സംഘടനയ്ക്ക് ആവശ്യപ്പെടാനുള്ളത് നമ്മൾ വിദ്യാഭ്യാസ മന്ത്രിയെ ശ്രദ്ധയിൽപ്പെടുത്തി, ആഴ്ചകൾക്ക് മുമ്പ് തന്നെ നിവേദനം കൊടുത്ത് ശ്രദ്ധയിൽപ്പെടുത്തി, സെൻസസ് ഡയറക്ടറുമായി കണ്ട് കാര്യങ്ങൾ സംസാരിച്ചു. അപ്പൊ ഡയറക്ടർ പറഞ്ഞത് ഞങ്ങൾക്കിതൊന്നും അറിയില്ലായിരുന്നു മാഷേ, നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിൽപ്പെട്ട ആരെങ്കിലും വിദ്യാഭ്യാസ വകുപ്പ് ഇത് പറയണ്ടേ? പറയാൻ ബാധ്യതപ്പെട്ടവരുണ്ട്, നിങ്ങളത് പറയാൻ തയ്യാറാവണമെന്ന് ഞങ്ങൾ സൂചിപ്പിക്കാറുള്ളത്. അങ്ങനെ പറയാത്തത് കൊണ്ടാണ് ഈ കുഴപ്പമെന്നൊക്കെയാണ് ഡയറക്ടർ പറഞ്ഞത്. എന്തുമാവട്ടെ, ഇപ്പൊ കാര്യങ്ങൾ നിങ്ങൾക്ക് ബോധ്യമായല്ലോ. അപ്പോൾ സെൻസസ് ഡ്യൂട്ടിക്ക് നിയോഗിക്കപ്പെട്ട അധ്യാപകരുണ്ടെങ്കിൽ അവർക്ക് ആവശ്യമായ ഡ്യൂട്ടി ലീവ് അനുവദിച്ചുകൊണ്ട് ആ ഡ്യൂട്ടി ചെയ്യാനുള്ള സാഹചര്യം അവർക്ക് ഒരുക്കണം. അങ്ങനെ സ്കൂളിൽ നിന്ന് അധ്യാപകരില്ലാത്ത ഒരു സാഹചര്യം ഉണ്ടാവുമ്പോൾ അതിന് പകരമായി ഡെയിലി വേജ് അധ്യാപകരെ നിയമിച്ചുകൊണ്ട് കുട്ടികളുടെ വിദ്യാഭ്യാസ അവകാശങ്ങൾ സംരക്ഷിക്കാൻ ഉറപ്പുവരുത്താൻ വേണ്ടി സാധിക്കണം. യഥാർത്ഥത്തിൽ അവിടെയുള്ള സ്ഥിര അധ്യാപകർക്ക് പകരമായി മാറാൻ ഈ താൽക്കാലിക അധ്യാപകർക്ക് കഴിയില്ല എന്നത് വസ്തുതയാണ്. എന്നാലും
സെൻസസ് എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട രാജ്യത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ചുമതലയാണല്ലോ, ഒരു പ്രവർത്തനമാണല്ലോ സെൻസസും തെരഞ്ഞെടുപ്പൊക്കെ. അതിൽ നിന്ന് അങ്ങനെ മുഖം തിരിഞ്ഞ് നിൽക്കുന്നവരല്ല ഞങ്ങൾ എന്നതുകൊണ്ട് മാത്രമാണ് ആ നിലയ്ക്ക് ഒരു ഡിമാൻഡ് ഞങ്ങൾ വെക്കുന്നത്. അപ്പോൾ അധ്യാപകരുടെ സ്ഥാനക്കയറ്റവും സ്ഥലമാറ്റവും വേഗത്തിലാക്കണമെന്നും ആനുകൂല്യ കുടിശ്ശിക വേഗത്തിൽ വിതരണം ചെയ്യണമെന്നും RK ബിനു ആവശ്യപ്പെട്ടു. ജില്ലാ പ്രസിഡന്റ് AM അജിത് അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി K അജില, സംസ്ഥാന കമ്മിറ്റി അംഗം MR മഹേഷ് കുമാർ, M ഗീത, K പ്രസാദ്, മനു ചന്ദ്രൻ, ഭക്തഗിരീഷ്, K ബാലകൃഷ്ണൻ, R ഷാജു, G പ്രദീപ്, PG ഗിരീഷ് കുമാർ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പത്തിരിപ്പാല GVHSSലെ 1971-73 SSLC ബാച്ചിന്റെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം സംഘടിപ്പിച്ചു. സംഗീതജ്ഞൻ മണ്ണൂർ രാജകുമാരനുണ്ണി ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ എന്നും ഞാനിങ്ങനെ ഈ അവസ്ഥയിൽ ജീവിക്കും. ഇപ്പൊ മനസ്സിലായി എനിക്ക് ഞാൻ ആരുമില്ല, എന്റെ മരമെടുത്തു, എന്നെ സഹായിക്കാൻ എന്റെ സഹോദരനെ പോലുമില്ല, അവരും മരിച്ചു, മക്കളുമില്ല. അപ്പൊ ആ നിസ്സഹായ അവസ്ഥയിൽ എനിക്ക് ഞാൻ പശ്ചാത്തലത്തിലൊരു കാര്യമില്ല. കാരണം ചെയ്യേണ്ടത് ചെയ്യേണ്ട സമയത്ത് ചെയ്തില്ല. അഹങ്കാരം എന്റെ മനസ്സിൽ മൂടിക്കെട്ടി. എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. പണത്തിന്റെ മുമ്പിൽ ഞാൻ എല്ലാം ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി. ഇത് എന്നും ഉണ്ടാവുമെന്ന് പറഞ്ഞത്. പക്ഷെ ഇപ്പൊ മനസ്സിലായി ഞാൻ ആരുമില്ല, ഇതൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, ചെയ്തതൊക്കെ അവധായി. KV സിക്കന്ദർ പത്തിരിപ്പാല അധ്യക്ഷത വഹിച്ചു. പ്രാർത്ഥനയോടെയാണ് തുടക്കം കുറിച്ചത്. ചടങ്ങിൽ മൺമറഞ്ഞ സഹപാഠികളെ അനുസ്മരിച്ചു. C ഉണ്ണികൃഷ്ണൻ, സാറ ആൻഡ്രൂസ്, റമീജ പഴയാലക്കടി, KK അപ്പുക്കുട്ടൻ, കാസിം പഴയലക്കടി, ശ്യാമള തമ്പാൻ എന്നിവർ സംസാരിച്ചു. P നാരായണൻ സ്വാഗതവും CL അരവിന്ദാക്ഷൻ നന്ദിയും പറഞ്ഞു. തുടർന്ന് കലാപരിപാടികളുണ്ടായി. 2027 ഡിസംബർ 2 ശനിയാഴ്ച വിപുലമായി പൂർവ്വ വിദ്യാർത്ഥി സംഗമം സംഘടിപ്പിക്കാനും തീരുമാനിച്ചു. പരസ്പരം സ്നേഹങ്ങൾ പങ്കുവച്ചും ഉച്ചഭക്ഷണവും ഗ്രൂപ്പ് ഫോട്ടോയും എടുത്താണ് സഹപാഠികൾ പിരിഞ്ഞത്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ഡയാലിസിസിൽ തളർന്നുപോയ തൃക്കടേരി അരത്തിക്കൽ മുനീറ എന്ന 38-കാരി വീട്ടമ്മയ്ക്ക് ചികിത്സാ ധനസഹായവുമായി തൃക്കങ്ങോട് കാളിയാർ മഠം ശ്രീമൂലസ്ഥാനം വിഷ്ണുമായ ട്രസ്റ്റ്. ക്ഷേത്രം മഠാധിപതി കൃഷ്ണൻ കാളിയാരുടെ നേതൃത്വത്തിൽ മഠം ഭാരവാഹികൾ മുനീറയുടെ വീട്ടിലെത്തി 10,000 രൂപ ആദ്യ ഗഡു സഹായധനം കൈമാറി. എല്ലാ മാസവും 10,000 രൂപ വീതം തുടർ സഹായം നൽകുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. കഴിഞ്ഞ 10 മാസമായി വാണിയംകുളത്തെ സ്വകാര്യ ആശുപത്രിയിലാണ് ഇവർ ഡയാലിസിസ് നടത്തിവരുന്നത്. ഒരു മാസം 1,00,000 ലക്ഷത്തിലേറെ രൂപ ചികിത്സയ്ക്കായി ആവശ്യമുണ്ട്. പ്രമേഹ രോഗം മൂർച്ഛിച്ചത് മൂലം മുനീറയുടെ ഭർത്താവിനും ജോലി ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലാണ്. ഭർത്തൃപിതാവിന്റെ ചെറിയ വരുമാനത്തിലാണ് കുടുംബം കഴിഞ്ഞുപോകുന്നത്. ഇവരുടെ അവസ്ഥ കേട്ടറിഞ്ഞ കാളിയാർ മഠം ക്ഷേത്രം ട്രസ്റ്റ് കാരുണ്യവുമായി എത്തുകയായിരുന്നു. കാളിയാർ മഠം കാരുണ്യ സ്പർശം പദ്ധതി പ്രകാരം ഓരോ മാസവും ചികിത്സാ ആവശ്യത്തിലേക്ക് 10,000 രൂപ വീതം മുനീറയ്ക്ക് നൽകുമെന്നും മഠാധിപതി കൃഷ്ണൻ കാളിയാർ പറഞ്ഞു. ഡയാലിസിസിലൂടെ ജീവൻ നിലനിർത്തുന്ന മുനീറയ്ക്ക് കിഡ്നി മാറ്റിവെക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ഇക്കാര്യത്തിലും വേണ്ട സാമ്പത്തിക സഹായം ഉറപ്പു നൽകിയാണ് കാളിയാർ മഠം മഠാധിപതി മടങ്ങിയത്. എല്ലാവരും വന്ന് സഹായിച്ചതിന് നന്ദി. ഭാര്യന്റെ കിഡ്നി സംബന്ധമായിട്ട് ഡയാലിസിസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആഴ്ചയിൽ 3 ഡയാലിസിസാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് മാസം 20,000 രൂപ ചെലവ് വരുന്നുണ്ട്. അപ്പോൾ അതിന് സഹായിച്ച എല്ലാവർക്കും നന്ദി, നമസ്കാരം. ന്യൂസ് സെന്റർ, ഷൊർണൂർ. വാടാനംകുറിശി പ്രദേശത്തെയും കുമ്പാരംകട്ടി പ്രദേശത്തെയും ബന്ധിപ്പിക്കുന്ന പെരുവഴി തോടിന് കുറുകെയുള്ള പാലം നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നു. ഇതിന്റെ ഭാഗമായി തിരുവനന്തപുരത്തു നിന്നുള്ള ബ്രിഡ്ജ് ഡിസൈൻ വിങ്ങിൽ നിന്നും എഞ്ചിനീയർമാരും ജനപ്രതിനിധികളും സ്ഥലം സന്ദർശിച്ചു. പെരുവഴിത്തോടിന് കുറുകെ 60 മീറ്റർ നീളത്തിലും കൈവരി ഉൾപ്പെടെ 2.4 മീറ്റർ വീതിയിലുമാണ് പുതിയ തോട്ടുപാലം നിർമ്മിക്കുക. 3 പില്ലറുകളുണ്ടായിരിക്കും. പാലം പ്രവർത്തന നടപടിക്രമങ്ങളുടെ ഭാഗമായി തിരുവനന്തപുരത്തു നിന്നുള്ള ബ്രിഡ്ജ് ഡിസൈൻ വിങ്ങിലെ AXC അരുൺ, റോബിൻ, ഇറിഗേഷൻ വകുപ്പ് AE ജിസി എന്നിവരും ഓങ്ങല്ലൂർ പഞ്ചായത്തിലെ ജനപ്രതിനിധികളായ പ്രിയ പ്രശാന്ത്, K അശോകൻ, വിനീത എന്നിവരും സ്ഥലം സന്ദർശിച്ചു. മുഹമ്മദ് മുഹസിൻ MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 50 ലക്ഷം രൂപ ചെലവഴിച്ചാണ് പാലം നിർമ്മിക്കുന്നത്. നേരത്തെ പാലത്തിനാവശ്യമായ പൈലിംഗ് പ്രവൃത്തികൾ പൂർത്തിയാക്കിയിരുന്നു. പൈലിംഗിനാവശ്യമായ മണ്ണ് പരിശോധന പൂർത്തിയാക്കിയിരുന്നു. അധികം വൈകാതെ തന്നെ പൈലിംഗ് പ്രവർത്തനങ്ങൾ ആരംഭിക്കാനാകുമെന്ന് AE പറഞ്ഞു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. കേരളകല മണ്ഡലത്തിൽ 8 മുതൽ 10 വരെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് സൗജന്യമായി പാഠപുസ്തകങ്ങൾ വിതരണം ചെയ്യും. കലാമണ്ഡലം കൂത്തമ്പലത്തിൽ വ്യാഴാഴ്ച വൈകിട്ട്
4 മണിക്ക് പാഠപുസ്തകങ്ങളുടെ വിതരണോദ്ഘാടനം നടക്കും. വ്യാഴാഴ്ച വൈകിട്ട് 4 മണിക്ക് കലാമണ്ഡലം കൂത്തമ്പലത്തിൽ വെച്ച് കഥകളിയുടെ കുലപതി കലാമണ്ഡലം ഗോപി ആശാൻ കലാമണ്ഡലം മുൻ നിള ക്യാമ്പസ് ഡയറക്ടറുമായ കലാമണ്ഡലം MPS നമ്പൂതിരിക്ക് നൽകി ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ വിവിധ വകുപ്പിലെ HODമാരും അധ്യാപകരും കലാസ്നേഹികളും പങ്കെടുക്കും. കഥകളി, നൃത്തം, ചെണ്ട, മദ്ദളം തുടങ്ങി 14 വിഭാഗങ്ങളിലെയും മുൻനിർത്തി ഓരോ ക്ലാസ്സിലേക്ക് 14 ബുക്ക് വീതം ആകെ 42 പുസ്തകങ്ങളാണ് പ്രകാശനം ചെയ്യുന്നത്. മാസങ്ങളോളമായി ഈ ഒരു ബുക്കിനു വേണ്ടി വെക്കേഷൻ ഒഴിവുകൾ മാറ്റിവെച്ച് എല്ലാവരും ഒറ്റക്കെട്ടായി മുന്നിട്ടിറങ്ങിയ ഒരു ദൗത്യമാണ് പൂവണിയാൻ പോകുന്നത്. ഈ ബുക്കുകൾ വിദ്യാർത്ഥികൾക്ക് പഠിക്കാനായി നൽകും. തികച്ചും സൗജന്യമായിട്ടാണ് കലാമണ്ഡലം ഇങ്ങനെ ഒരു ദൗത്യം, വളരെ ചിലവേറിയ ഒരു പദ്ധതി ചരിത്രത്തിൽ ആദ്യമായി ഏറ്റെടുത്തിരിക്കുന്നത്. ഇതോടെ കലാമണ്ഡല ചരിത്രത്തിൽ ഒരു പൊൻതൂൽ കൂടി പിറന്നു വീഴും. ഇതറിഞ്ഞതോടെ കലാകേന്ദ്രം ഒന്നടങ്കം കലാമണ്ഡലത്തെയും ഭരണസമിതിയെയും അധ്യാപകരെയും മറ്റുള്ളവരെയും പ്രശംസിച്ച് അഭിനന്ദനങ്ങൾ അറിയിക്കാൻ തുടങ്ങി. വാർത്താ സമ്മേളനത്തിൽ കലാമണ്ഡലം രജിസ്ട്രാർ ഡോക്ടർ രാജേഷ് കുമാർ P, കലാമണ്ഡലം പ്രിൻസിപ്പൽ ഡോക്ടർ N ഹരികുമാർ, നൃത്തവിഭാഗം വകുപ്പ് മേധാവി ഡോക്ടർ രജിത എന്നിവർ പങ്കെടുത്തു. കലാമണ്ഡലം ഗോപി ആശാൻ, അത് MPS ആശാൻ നൽകിക്കൊണ്ട് ഇവർ രണ്ടുപേരും നമ്മുടെ ഒരു പാഠ്യപദ്ധതിയിൽ വളരെ നിർണായകമായ അല്ലെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണ് അവർ തന്നെ. കാരണം ആ ഒരു തലമുറ തന്നെ പുതിയ തലമുറയ്ക്കുള്ളൊരു പുസ്തകം, ആ ഒരു പാഠപുസ്തകം റിലീസ് ചെയ്യുന്ന വളരെ സന്തോഷമുണ്ട്. അത് അറിയിക്കാൻ സന്തോഷമുണ്ട്. അതിലേക്ക് നിങ്ങളെ ക്ഷണിക്കുന്നതിലും വളരെ സന്തോഷമുണ്ട്. കാരണം ഇത് വളരെ ചരിത്രപരമായ ഒരു മുഹൂർത്തമാണ് കലാമണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം. കാരണം തുടർന്ന് ബാക്കിയുള്ള വർഷങ്ങളിൽ നമ്മൾ 11ലേക്കുള്ള പാഠപുസ്തകം, 12ലേക്കുള്ള പാഠപുസ്തകം ഇപ്പോഴത്, കാരണം ഈ പാഠപുസ്തകത്തിലെല്ലാം ഒരു വേറൊരു സവിശേഷമായ സ്വഭാവം എന്ന് പറയുന്നത് ഈ പാഠപുസ്തകത്തിലെല്ലാം ഒരു QR കോഡ് കൊടുക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഈ കുറേ 2-3 വർഷമായിട്ട് നമ്മുടെ BCM രജിസ്ട്രാറും ഈ എക്സിക്യൂട്ടീവ് ബോർഡും ഒക്കെ വന്നതിന് ശേഷം സമഗ്രമായ എല്ലാ മേഖലയിലും അവർ ഇടപെടുകയും ഈ സ്ഥാപനത്തിന് ഗുണകരമാകുന്ന ഏത് കാര്യം നമ്മൾ ചെന്ന് പറഞ്ഞാലും നമ്മളെ അംഗീകരിപ്പിക്കുക. പ്രധാന സവിശേഷത വൈസ് ചാൻസലർ സൂചിപ്പിച്ചതുപോലെ മറ്റ് പാഠപുസ്തകങ്ങൾ, അത് ചരിത്രത്തിൻ്റെതായാലും സയൻസിൻ്റെതായാലും എങ്ങനെയാണോ തയ്യാറാക്കുന്നത്, അതിൻ്റെ ആധുനിക വിദ്യാഭ്യാസ മേഖലയിലെ എല്ലാ സങ്കേതങ്ങളും എല്ലാ ചട്ടക്കൂടുകളും അതേപോലെ പാലിച്ചാണ് നമ്മൾ ഈ പാഠപുസ്തകം തയ്യാറാക്കിയിട്ടുള്ളത്. ഏകദേശം 9ഓളം ശില്പശാലകൾ ഇതിനു മുമ്പ് സംഘടിപ്പിച്ചിട്ടുണ്ട്. പലപ്പോഴും സാറ് പറഞ്ഞതുപോലെ വിഷയവിദഗ്ധരുടെ ഒരു പരിമിതികളുണ്ടായിരുന്നു. അതുപോലെ പുതിയ മെത്തഡോളജി അല്ലെങ്കിൽ ബോധന ശാസ്ത്രമൊക്കെ എത്രത്തോളം നമുക്ക് ഇതിലേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്യാം, അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതെല്ലാം പല ശില്പശാലകൾ പോലെ ഒരു ഗ്രിഡ് ഉണ്ടാക്കി എന്തായിരിക്കണം ഒരു കുട്ടി ഇത് പഠിച്ചു കഴിഞ്ഞാൽ എന്താണ് അതിന് കിട്ടാൻ പോകുന്നത്, ഇത്തരത്തിൽ എങ്ങനെയാണോ മറ്റ് പാഠപുസ്തകങ്ങൾ തയ്യാറാക്കുന്നത് തികച്ചും അതേ രീതിയിൽ തന്നെയാണ് ഈ കലാവിഷയങ്ങളുടെ പാഠപുസ്തകങ്ങൾ തയ്യാറാക്കുന്നതാണ്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ലോകമെമ്പാടുമുള്ള ഫുട്ബോൾ പ്രേമികൾ നെഞ്ചേറ്റുന്ന ലോക കിരീടത്തിന്റെ മാനം മുട്ടുന്ന മാതൃക നേരിൽ കണ്ട് ആസ്വദിക്കാം. ഒറ്റപ്പാലം പനമണ്ണയിലാണ് ആകാശപ്പൊക്കത്തിൽ അണിയിച്ചൊരുക്കുന്ന ലോക കിരീട മാതൃക. ലോകകപ്പിന്റെ കലാശ പോരാട്ടം വരെ നിൽക്കുന്ന പ്രദർശന വിസ്മയം 21 വൈകിട്ട് 3 മണിക്ക് IM വിജയൻ ഉദ്ഘാടനം ചെയ്യും. ലോകകപ്പിന്റെ കലാശ പോരാട്ടം വരെ തുടരുന്ന പ്രദർശന വിസ്മയം 21 ഉച്ചകഴിഞ്ഞ് 3 ഇന്ത്യൻ ഫുട്ബോൾ ടീം മുൻ ക്യാപ്റ്റൻ IM വിജയൻ ഉദ്ഘാടനം ചെയ്യും. ഫുട്ബോൾ ആരാധകനും സംരംഭകനുമായ പനമണ്ണ സ്വദേശി യാസിർ പുതിയടത്താണ് കായിക പ്രേമികൾക്കായി വിസ്മയമൊരുക്കുന്നത്. 20 അടി ഉയരമുണ്ട് ലോകകപ്പ് മാതൃകയ്ക്ക്. ഇതിനു സ്ഥാപിക്കുന്ന സ്റ്റാൻഡ് കൂടിയാകുമ്പോൾ കാഴ്ചയിൽ ഉയരം 36 അടിയായി മാറും. തകരവും ഫോം ഷീറ്റും ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ലോകകപ്പ് മാതൃക മലപ്പുറം പെരിന്തൽമണ്ണയിലാണ് ഒരുങ്ങുന്നത്. ആകെ 6 ലക്ഷം രൂപയോളമാണ് ചെലവ്. പനമണ്ണ അമ്പലവട്ടം റേഷൻ കട പരിസരത്ത് സ്ഥാപിക്കുന്ന ലോകകപ്പ് മാതൃകയും ഫുട്ബോൾ ലോകകപ്പിനോളം പഴക്കമുള്ള ചരിത്ര മുഹൂർത്തങ്ങളുടെ പ്രദർശനവും ചരിത്രത്തിൽ ഇടം നേടുമെന്ന് യാസിർ പുതിയടത്ത് പറഞ്ഞു. ഒരു വേൾഡ് കപ്പ് എന്നുള്ള ഒരു മാതൃകയാണ് ഇവിടെ കൊണ്ടുവരുന്നത്. ഞങ്ങൾ ആ ട്രോഫിൻ്റെ ഹൈറ്റ് ഒരു 28 അടി ട്രോഫിയുടെ ഹൈറ്റ് ഉണ്ട്. ഇതിന്ന് ബേസിൽ നിന്ന് 28 അടി പൊന്തും. പിന്നെ അതിലുപരി നമുക്ക് ഇവിടെ ഒരു ചരിത്രം വരണം, ഫുട്ബോളിൻ്റെ ഒരു ചരിത്രം. ആദ്യ വേൾഡ് കപ്പ് തൊട്ടിട്ട് അവസാന വേൾഡ് കപ്പ് വരെ അതിൻ്റെ ഫുൾ ചരിത്രങ്ങൾ ഇതിൻ്റെ ഉള്ളിലുണ്ട്. രാത്രി സമയങ്ങളിലെ കാഴ്ചയ്ക്ക് വിപുലമായ ലൈറ്റ് സൗകര്യം ഒരുക്കും. 1930 ഉറുഗ്വേ നേടിയ കന്നി ലോകകപ്പ് മുതൽ 2022 അർജന്റീന ചാമ്പ്യന്മാരായ അവസാന ലോകകപ്പ് വരെയുള്ള ചരിത്രമാണ് പ്രദർശനത്തിൽ ചിത്രങ്ങളിൽ സഹിതം വിവരിക്കുന്നത്. കായിക പ്രേമികളുടെ മനസ്സിൽ ഇടം പിടിച്ച ഇതിഹാസ താരങ്ങൾ രചിച്ച ചരിത്ര മുഹൂർത്തങ്ങൾ, ഉശിരൻ പോരാട്ടങ്ങളുടെ കളിയാരവങ്ങൾ, വിരോചിത നിമിഷങ്ങൾ, അങ്ങനെയെല്ലാം ഉണ്ട് പ്രദർശന നഗരിയിൽ. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാഫിർ ഷോട്ട് പ്രതികളെ സംരക്ഷിച്ച മുൻ മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ പിണറായി വിജയൻ പ്രതിപക്ഷ സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് പാലക്കാട് DCCയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച്. നാടുനീളെ വർഗീയത തുലയാൻ എഴുതിവെക്കുകയും നാട്ടിൽ വർഗീയ കലാപമുണ്ടാക്കാൻ
വ്യാജ കാഫിർ ഷോട്ട് നിർമ്മിച്ചവരെ സംരക്ഷിക്കുകയും ചെയ്ത പിണറായി വിജയൻ കേരളത്തിന്റെ മതേതരത്വത്തിന്റെ അന്തകനാണെന്നും കോൺഗ്രസ്. കേരളത്തിന്റെ മതേതരത്വം തകർക്കാൻ ശ്രമിച്ച CPM പൊതുസമൂഹത്തോട് മാപ്പ് പറയണമെന്നും നേതാക്കൾ. കഞ്ചിക്കോട് IIT-യിലെ ആക്രമണം. പ്രതിയെ ക്യാമ്പസിലെത്തിച്ച് തെളിവെടുത്തു. പ്രതിയെ പിടികൂടിയത് ടവർ ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ കൊൽക്കത്തയിൽ നിന്ന്. കഴിഞ്ഞ ഫെബ്രുവരി 23-നായിരുന്നു 4ാം വർഷ വിദ്യാർത്ഥിനിയായ അശ്വനി കണ്ണന് നേരെ ആക്രമണമുണ്ടായത്. ക്യാമ്പസിൽ നിർമ്മാണ പ്രവൃത്തികൾക്കായി എത്തിയ പ്രതിയുടെ ലക്ഷ്യം ആഭരണം മോഷ്ടിക്കലെന്ന് പോലീസ്. ധവളപത്രത്തിന്റെ പേരിൽ സംസ്ഥാന സർക്കാർ വിദ്യാഭ്യാസ മേഖലയെ തകർക്കാൻ ശ്രമിക്കുകയാണെന്ന് KSTA സംസ്ഥാന സെക്രട്ടറി RK ബിനു. അക്കാദമിക് തലത്തിൽ അമിത ജോലി ഭാരമിരിക്കെ അധ്യാപകരെ സെൻസസ് ഡ്യൂട്ടിക്ക് നിയോഗിച്ചത് അധ്യയനത്തെ അപകടത്തിലാക്കുമെന്ന് RK ബിനു. പഠനം മുടങ്ങാതിരിക്കാൻ സെൻസസ് ഡ്യൂട്ടിക്ക് നിയോഗിച്ചവർക്ക് പകരം ദിവസവേതനാടിസ്ഥാനത്തിൽ അധ്യാപകരെ നിയമിക്കണമെന്നും KSTA സംസ്ഥാന സെക്രട്ടറി. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. അടുത്ത വാർത്ത വൈകിട്ട് 6 മണിക്ക്. നമസ്കാരം.